കഥകൾ പലതുണ്ട്. ആത്മവിശ്വാസവും അറിവും നൽകുന്ന കഥകളാവുമ്പോൾ അവ നമ്മെ പ്രചോദിപ്പിക്കും. വെൽക്കം ടു ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം, പവേർഡ് ബൈ മെറ്റാഫിസ് എഡ്യൂകണക്ട്, മെഡിറ്ററേനിയൻ ഹോസ്പിറ്റൽ ആൻഡ് ബ്രില്യൻ സ്റ്റഡി സെന്റർ, പാല. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. So let's invite our Grand Master G.S. Pradeep. If I could sit in one corner of that land and like a honey bee accumulate all the love in my own hive and remain unknown to all the civilized society, there is nothing more I could want. രവീന്ദ്രനാഥ ടാഗോറാണ് എഴുതിയത്. ഈ ലോകത്തിലെ എല്ലാ പ്രകാശത്തിൽ നിന്നും ദൂരെ മാറി ഒരു കോണിൽ ഒരു തേനീച്ച അതിൻ്റെ കൂട്ടിലേക്ക് തേനിനെ എന്നതുപോലെ പ്രപഞ്ചത്തിലെ മുഴുവൻ സ്നേഹത്തെയും എനിക്ക് ചുറ്റുമായി ശേഖരിച്ചു വച്ച് ഈ പരിഷ്കൃത സമൂഹത്തിൽ നിന്നും തീർത്തും അജ്ഞാതനായിരിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ മനോഹരമായി എന്താണ് ഞാൻ ആഗ്രഹിക്കുക എന്ന് രവീന്ദ്രനാഥ ടാഗോർ. സ്വാഗതം. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം, പവേർഡ് ബൈ മെറ്റാഫിസ് എഡ്യൂകണക്ട്, ബ്രില്യൻറ്റ് ആൻഡ് മെഡിറ്ററേനിയൻ. ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്ന പ്രതിഭാശാലിയായ അതിഥി ചലച്ചിത്ര, നാടക, ടെലിവിഷൻ മേഖലകളിൽ എണ്ണമറ്റ സംഭാവനകൾ അഭിനയരംഗത്ത് നടത്തിയ പ്രതിഭാശാലിയാണ്. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ തൻ്റെ ശബ്ദത്തിൻ്റെ സർവ്വസാധ്യതകളും തിയേറ്ററിക്കലായി ഉപയോഗിക്കുന്ന കലാകാരൻ. ലോകമുള്ളിടത്തോളം കാലം മലയാളി അവൻ്റെ ആസ്വാദന ആകാശത്തിൽ നിന്ന് അസ്തമിപ്പിക്കാത്ത അഭിനയ സൂര്യൻ്റെ പുത്രൻ. സ്വാഗതം ചെയ്യാം അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് പ്രിയങ്കരനായ ശ്രീ ശോഭി തിലകൻ. വാക്ക് ഇൻ പ്ലീസ്. ഞാൻ എന്താണ് ശോഭിയെക്കുറിച്ച് പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. സംസ്ഥാന പുരസ്കാരം, 50ഓളം സിനിമകൾ, എണ്ണിയാൽ തീരാത്തത്ര ടെലിവിഷൻ സംഭാവനകൾ. ലോകത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ കാഴ്ചകളിലൊന്ന് നിങ്ങളെ കാണുമ്പോഴാണ്, നിങ്ങളെല്ലാവരെയും കാണുമ്പോഴാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു. കാരണം സാധാരണഗതിയിൽ പ്രശസ്തരുടെ മക്കളെ അവർ അപ്രശസ്തരാണെങ്കിൽ, നിങ്ങളെപ്പോലെ അറിയപ്പെടുന്നവരാണെങ്കിലല്ല, അപ്രശസ്തരാണ് എങ്കിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇന്നയാളിൻ്റെ മകൻ എന്ന് നമ്മൾ പറയാറുണ്ട്. മലയാളിക്കേറെ ബഹുമാന്യനായ തിലകൻ ചേട്ടൻ്റെ മക്കളുടെ കാര്യത്തിൽ പക്ഷേ അങ്ങനെ പറയണ്ട. നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ തന്നെ ഇത് തിലകൻ ചേട്ടൻ്റെ മകനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്ര കണ്ട് കൃത്യമായ ഒരു ക്രോമോസോം കയ്യൊപ്പുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും. അത് സോണിയയ്ക്കും താങ്കളുടെ ജ്യേഷ്ഠനും ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് കൂടുതൽ ഈ നെറ്റിയും ഇവിടെയൊക്കെയാണ്. കൃത്യമായി പെട്ടെന്ന് മുമ്പിൽ തിലകൻ ചേട്ടൻ്റെ ഒരു ചെറിയ പതിപ്പിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. ശോഭിയുടെ വിശേഷങ്ങൾ പറയൂ. നല്ല വിശേഷങ്ങളാണ്. ഈ പറഞ്ഞ പോലെ 50ഓളം സിനിമയെന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും സിനിമയിൽ കുറച്ചുകൂടി സജീവമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു മുഴുനീള സിനിമ എന്നൂടെ പറയാം. അതിനകത്ത് ഒരു കഥാപാത്രം, അത്രയ്ക്കും ലെങ്തി ആയിട്ടുള്ള കഥാപാത്രം എനിക്ക് തോന്നുന്നു സിനിമയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഒരു വ്യത്യസ്ത ലുക്കിലൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ മീശയൊന്നും ഇല്ലാത്തത്. പിന്നെ വേറെ ഒരു ഇറങ്ങാനായിട്ടൊരു 2-3 സിനിമകളുണ്ട്. ലാലേട്ടൻ്റെ പടം ഉൾപ്പെടെ തുടരും. അതുപോലെ സുരേഷ് ഗോപിയുടെ കൂടെ ഒരു പടം JSK, പിന്നെ ആസാദി എന്ന് പറയുന്നൊരു പടം, ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നൊരു പടമുണ്ട്, നമ്മുടെ ഷറഫുദ്ദീൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടം. അതൊരു കോമഡി ടച്ച്. എന്താ പേര്? ദ പെറ്റ് ഡിറ്റക്റ്റീവ്. പെറ്റ് ഡിറ്റക്റ്റീവ്. പെറ്റ് ഡിറ്റക്റ്റീവ്. പെറ്റ് ഡിറ്റക്റ്റീവ്. ഓളാം. അതൊരു പ്രത്യേക ഒരു രസകരമായൊരു സാധനമാണ്. നല്ലൊരു സിനിമയായിട്ട് വരുമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആശാൻ എന്ന് പറയുന്ന സിനിമയും അതിൻ്റെ ടൈറ്റിൽ മാറുമെന്ന് എനിക്കറിയില്ല. ആ സിനിമയും എല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്, മീൻസ് സംവിധായകരൊക്കെ പറയുന്നത്. പിന്നെ സീരിയൽ നിറയുണ്ട്. ശബ്ദവും
അഭിനയത്തോടൊപ്പമോ അതിനേക്കാൾ മുകളിലോ താങ്കൾക്ക് കമ്പമുണ്ട് ഡബ്ബിങ്ങിൽ? തീർച്ചയായിട്ടും. കാര്യം എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തീർച്ചയായിട്ടും എൻ്റെ ശബ്ദം ഉപയോഗിച്ച് തന്നെയാണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം, അഭിമാനത്തോടെ പറയാം. സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് 6 കിട്ടിയിട്ടുണ്ട്. ഡബ്ബിങ്ങിന് തന്നെ? ഡബ്ബിങ്ങിന് തന്നെ 3 സിനിമയ്ക്കും 3 ടെലിവിഷനും. സിനിമയ്ക്ക് ഏതൊക്കെയായിരുന്നു? സിനിമയ്ക്ക് പഴശ്ശിരാജ, നമ്മുടെ 19-ാം നൂറ്റാണ്ട്, പിന്നെ ആ സിനിമയുടെ പേര് ഇപ്പോഴും എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കില്ല, ഒരു ഷൈജു അന്തിക്കാടിൻ്റെ സിനിമയാണ്. അതിൻ്റെ പേര് പെട്ടെന്ന് പിടികിട്ടത്തില്ല, എന്താണ് ഒരു നീണ്ട പേരാണ്. അങ്ങനെ 3 സിനിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഷോർട്ട് ഫിലിംസ് അതും 3 ഉണ്ട്. ഭദ്ര, പിന്നെ അതും കുറേ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ഇതിൻ്റെ പേരുകളൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. വീട്ടിൽ ഭാര്യ, 2 മക്കൾ. മകള് മെഡിക്കൽ കോളേജിൽ? മകൾ മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ 3ാം വർഷം MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകൻ ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അവൻ്റെ എന്താ പറയുക വെക്കേഷൻ ആസ്വദിക്കാൻ തുടങ്ങി. ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ? ഇല്ല, ഹൗസ് വൈഫാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ബ്രദറിൻ്റെ മകനും ഗംഭീരമായൊരു അരങ്ങേറ്റമാണ്. തീർച്ചയായിട്ടും അവനും ഒരു വലിയൊരു ഇൻട്രൊഡക്ഷൻ കിട്ടി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് അവൻ്റെ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ അവൻ്റെ ഒരു ശബ്ദത്തിൻ്റെ പ്രാധാന്യം ഭയങ്കരമായിട്ട്. അപ്പോൾ തിലകൻ്റെ പാരമ്പര്യം അവൻ കാത്തു എന്ന് പറയാം. വളരെ സന്തോഷം ശോഭി. മലയാളിക്കേറെ പ്രിയങ്കരനായ ശോഭി തിലകൻ, അഭിനയ ലോകത്തിൽ സമാനതകളില്ലാത്ത മലയാളി കരുത്തായ ശ്രീ തിലകൻ എന്ന അതുല്യ പ്രതിഭാശാലിയുടെ മകൻ, നാടക, ടെലിവിഷൻ, ചലച്ചിത്ര രംഗങ്ങളിലെ അഭിനേതാവ്, ശബ്ദത്തിൻ്റെ അനന്ത സാധ്യതകളെ അത്ഭുതകരമായ രീതിയിൽ വിനിയോഗിക്കുന്ന ഡബ്ബിംഗ് കലാകാരൻ ശ്രീ ശോഭി തിലകനോടൊപ്പം ഈ ദിവസം അശ്വമേധത്തിൻ്റെ ആദ്യ മേഖലയിലേക്ക് കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ശോഭി കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ സൂചന, അദ്ദേഹത്തിന് പ്രാഗൽഭ്യമുണ്ടായിരുന്ന മേഖലകളിൽ ഒന്ന് ഇതാണ്. അല്ല, ഇത് ഇങ്ങനെ കൈനീട്ടുക എന്നൊന്നും അല്ല, ഒഴിഞ്ഞ കൈ എന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയത്. എംപ്റ്റി ഹാൻഡ് എന്ന് മാത്രമാണ് അതുകൊണ്ട് സൂചന. അദ്ദേഹത്തിന് പ്രാഗൽഭ്യമുണ്ടായിരുന്ന മേഖലകളിൽ ഒന്ന് എംപ്റ്റി ഹാൻഡ് ആണ്. രണ്ടാമത്തെ സൂചനയിലേക്ക് കടക്കാം. താങ്കൾ കണ്ടെത്തേണ്ട പ്രതിഭാശാലിയായ, വെള്ളിത്തിരയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, വെള്ളിത്തിരയ്ക്ക് പുറത്തും ആരാധകരെ സൃഷ്ടിച്ച ആ കലാകാരനെ സ്വാധീനിച്ചവരിൽ ചിലരായി അദ്ദേഹം പറഞ്ഞവരിൽ ചിലരാണ് പ്ലേറ്റോ, ഗുലാം മുഹമ്മദ് ഭട്ട്, ജിദ്ദു കൃഷ്ണമൂർത്തി, നമ്മുടെ ജിദ്ദു കൃഷ്ണമൂർത്തി, ഗൗതമ ബുദ്ധ. മൂന്നാമത്തെ ക്ലൂ പറയുമ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ശോഭി ഉത്തരം പറയും. മൂന്നാമത്തെ ക്ലൂ പറയട്ടെ? തീർച്ചയായിട്ടും പറയാം. വിശ്വപ്രശസ്തമായ ഒരു സിനിമയുടെ പേരാണത്. ഫിസ്റ്റ് ഓഫ് ഫ്യൂറി. ബ്രൂസ്ലി ലോകത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആരാധനാപാത്രമായി. കരാട്ടയ്ക്ക് എംപ്റ്റി ഹാൻഡ് എന്നാണ് അർത്ഥം. ബ്രൂസ്ലി ശരിയായ ഉത്തരമാണ് ശോഭി. ഒപ്പം അശ്വമേധത്തിൽ മത്സരിക്കാൻ താങ്കൾ അർഹനായിരിക്കുന്നു. അനീഷ പ്ലീസ്. കുട്ടിക്കാലത്ത് ബ്രൂസ്ലി സിനിമകൾ വലിയ താല്പര്യമില്ലായിരുന്നു. ബ്രൂസ്ലിയോട് അത്ര വലിയ താല്പര്യം എനിക്ക് ജാക്കി ചാൻ പടങ്ങളായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ശോഭി, നമ്മുടെയൊക്കെ കുട്ടിക്കാലം, നമ്മുടെയൊക്കെ കൗമാരകാലമായപ്പോൾ ജാക്കി ചാനായി, ബ്രൂസ്ലി ഇല്ല. ബ്രൂസ്ലി 1973 തോന്നുന്നു മരിച്ചത്. 73 കാലത്തായിരിക്കണം ബ്രൂസ്ലി മരിച്ചത്. ആ സമയത്ത് നമ്മൾ പക്ഷേ എങ്കിലും ഇന്ത്യയിൽ നമ്മൾ ബ്രൂസ്ലി സിനിമകളൊക്കെ വരുമ്പോൾ നമ്മൾ സ്കൂൾ കാണാറുണ്ട്. അതെ. പക്ഷെ നമ്മൾ കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ജാക്കി ചാനാണ്. അതെ. അപ്പോൾ ആരംഭിക്കാം. തീർച്ചയായിട്ടും. അപ്രൂവ്ഡ് സർ? യെസ്, അപ്രൂവ്ഡ്. അതുപോട്ടെ, അശ്വമേധം കാണുമ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്നതാണോ ഇഷ്ടം പ്രേക്ഷകൻ എന്ന നിലയിൽ,
അല്ല, എനിക്ക് കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ നമ്മളൊരു മത്സരത്തിന് വരുമ്പോൾ അല്ല ഇപ്പോഴല്ല, അല്ല ഞാൻ പറയാം മത്സരത്തിന് വരുമ്പോൾ ഞാൻ ജയിക്കണമെന്നുള്ള ആഗ്രഹം. അതല്ല ഞാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുമ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്നതാണ് ഇഷ്ടം. അല്ല 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 ശരി. എനിക്ക് GS പ്രദീപിനെ ആരെങ്കിലും തോൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സൂചന പറഞ്ഞിരിക്കുന്ന ആളെ കുറിച്ചറിയാനും, അല്ലെ ആ വ്യക്തി അയാളെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. തുടങ്ങാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രിയപ്പെട്ട ശോഭി തിലകനോടൊപ്പം യാഗം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന പ്രശസ്തി രംഗകലകളിലൂടെയാണ്. നോ. അല്ല, ഒരനാവശ്യ ചോദ്യമായി. തിയേറ്റർ ആക്ടിവിസ്റ്റ് വല്ലതാണോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. അല്ല, ശരി. അപ്പോൾ മര്യാദയ്ക്ക് ആദ്യം മുതൽ തുടങ്ങാം. രണ്ടാമത്തെ ചോദ്യം. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? നോ. നോർമൽ ഡെത്ത്? നോ. നോ. ഇന്ത്യൻ? യെസ്. മലയാളി? യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? നോ. അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? നോ. ഉദ്യോഗം, ബിസിനസ്? നോ. സ്പോർട്സ്, സയൻസ്? നോ. അല്ല, ഒരു മിനിറ്റ്. അത് മേഖല ഏതാണ് എന്നുള്ളത് ക്ലിയർ ആണോ? അത് മേഖല രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. രാഷ്ട്രീയത്തിൽ ഏതൊക്കെ മേഖലയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി, രാജാവ്, പടയാളി, കക്ഷി രാഷ്ട്രീയത്തിലുള്ള ആൾ, ഈവൻ പ്രസിഡന്റ് പോലും, കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത പ്രസിഡന്റ് പോലും രാഷ്ട്രീയത്തിൽപ്പെടും. അത് അങ്ങനെയാണെങ്കിൽ യെസ്, രാഷ്ട്രീയമാണ്. 10 ചോദ്യം കഴിഞ്ഞതിന് ശേഷമാണ് സാർ അങ്ങ് തിരുത്തിയത്. ഇല്ല, അത് ആ ചോദ്യം വൈകിയാണോ? അല്ല, ഞാൻ 5ാമത് ചോദിച്ചത് രാഷ്ട്രീയ കലാ സാഹിത്യം എന്നാണ്. ഇനി പോട്ടെ, 10 ചോദ്യം കഴിഞ്ഞത് തന്നെ. യജ്ഞം? 1900-ന് ശേഷം വരണം? നോ. നോ. പുന്നപ്രവയലാറല്ല, 1900-ന് ശേഷം അല്ല മരണം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗം? യെസ്. പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് മരണം? യെസ്. മരിച്ച വർഷം തന്നെ 3 മാസങ്ങൾക്ക് മുൻപ് വിശ്വചരിത്രത്തിൽ അടയാളപ്പെട്ട ഏറ്റവും ഉജ്ജ്വലമായ ആ പ്രഖ്യാപനം 1809 ആണ്ടിൽ നിങ്ങളുടെ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ അദ്ദേഹം നടത്തിയോ? നോ. ഇല്ല. 1809 കുണ്ടറ പ്രൊക്ലമേഷൻ നടത്തിയോ എന്നാണ് ചോദ്യം. നോ. വെൽസിബിളല്ലേ? ശേ, 1800-നും 1810-നും ഇടയിലാണോ മരിച്ചതെന്ന് വെച്ചപ്പോൾ എസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ വെലുത്തും വിളവല്ല. അത് കൊള്ളാം. തെക്കൻ കേരളം? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ? നോ. അല്ല. ചോദിച്ചത് നന്നായി. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അടുത്തത് പത്മനാഭൻ തമ്പിയാണോ എന്ന് ചോദിക്കാൻ പോയതാണ്, വേലുത്തമ്പിയുടെ ബ്രദറാണോ എന്ന് ചോദിക്കാൻ പോയതാണ് ഞാൻ. ആയിരത്തി 1800-നും 1810-നും ഇടയിൽ മരിച്ച സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയാവുന്നതാണ്. തെക്കൻ കേരളം അല്ല. ഞാൻ വേലത്തെ വിളവിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. വർഷം 800-810 എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പിച്ചു. 809 കുണ്ടറ വിളംബരം. മലബാർ. യെസ്. 16 ചോദ്യങ്ങൾ. രാജസൂയ? രാജാവായിരുന്നു? നോ.
അദ്ദേഹം ബൈ കമ്മ്യൂണിറ്റി കുറിച്യ വർഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു? നോ. വയനാടല്ല. യെസ്. വയനാടാണ്. ചോദ്യമായിരുന്നു അത്. ആ ചോദ്യമായിരുന്നു. ആ യെസ്. 1800-നും 1810-നും ഇടയിൽ മരിച്ചു എന്നുള്ളത് ശരിയാണ്. യെസ്. യെസ്. ഓക്കെ, എൻ്റെ 20ാമത്തെ ചോദ്യം, താങ്കൾക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ച ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് താങ്കൾ വിചാരിച്ച വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രം ഉണ്ടോ? യെസ്. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശരത് കുമാറാണോ? യെസ്. അത് കലക്കി. ഇന്ത്യാ ചരിത്രം അതിൻ്റെ ഉജ്ജ്വലമായ അവലോകനത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെളിവാക്കി തരും. അതിലൊന്ന് തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ടാണ്. അത് ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഒരു ഏഷ്യൻ ശക്തിയുടെ മുന്നിൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് 1741 കുളച്ചലിൽ വെച്ച് ഡച്ച് സൈന്യത്തെ, നെതർലാൻഡ്സിൻ്റെ ഡച്ചുകാരുടെ സൈന്യത്തിനെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയതാണ് 1741. ദാറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം an Asian power in a battle overpowered a European power. അതൊന്ന്. 2, ലോക ചരിത്രത്തിൽ ആദ്യമായി ആ കാലഘട്ടത്തിലെ ഇമ്പീരിയൽ പവർ എന്ന് പറയാവുന്നതിനെതിരെ ഒരു സബ് കോണ്ടിനെൻ്റൽ ട്രൈബൽ റിവോൾട്ട് ശക്തമായി പോരാടി നിന്നു എന്ന് പറയുന്നത് കുറിച്യലകളെയാണ്. അത് വീരകേരളവർമ്മ പഴശ്ശിരാജയോടൊപ്പം നിന്നുകൊണ്ട് കുറിച്യ സമൂഹം ഒന്നാകെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ധീരമായ പോരാട്ടത്തിൻ്റെ കഥയാണ്. മൂന്നാമത്തേത്, ഏറ്റവും മഹത്തായ മൂന്നാമത്തെ കേരളീയമായ നേട്ടങ്ങളിലൊന്ന്, ലോകത്തിലാദ്യമായി ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രാദേശിക ഭാഷയിലേക്ക് യൂറോപ്യൻ എഴുത്തുകാരൻ്റെ കൃതി ഉണ്ടാവുക എന്നത് ഹോർത്തസ് മലബാറിക്കസ് ഉണ്ടായപ്പോഴാണ്. അതും കേരളീയമായ ഒരു അത്ഭുതമാണത്. വിശ്വചരിത്രത്തിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ പോരാട്ടത്തിൻ്റെ കഥ പറയുമ്പോൾ അങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഒരു നാട് ഉണർന്നു വന്നത്. അത് ഗംഭീരമായി ചരിത്രത്തിൽ, സിനിമയിലെ കഥാപശ്ചാത്തലമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് സ്വാഭാവികമായും ഒരു സർഗക്രിയയിൽ കുറച്ച് ഇതുണ്ടാകും. അതിനപ്പുറം ചരിത്രത്തിൽ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയുടെ സഹോദരന്മാർ കോമപ്പനും ഒതേനനുമാണ്. കോമപ്പൻ്റെയും ഒതേനൻ്റെയും സഹോദരനായ എടച്ചേന കുങ്കനെയാണ് താങ്കൾ മനസ്സിൽ വിചാരിച്ചത് എങ്കിൽ ഇവർ 3 പേരും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ വഹിച്ചവരാണ്. ആണോ? എടച്ചേന കുങ്കനാണോ മനസ്സിൽ? യെസ്. എടച്ചേന കുങ്കൻ നായർ വയനാട് തിരുനെല്ലിയിൽ നിന്നുള്ള ഒരു നായർ പ്രഭുവും പഴശ്ശിരാജയുടെ സൈന്യാധിപനുമായിരുന്നു. 1770-കളിൽ പഴശ്ശിയുടെ യുദ്ധപ്രവർത്തനങ്ങളിൽ ചേർന്ന് പ്രവർത്തിച്ച കുങ്കൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിലെ ജനതയെ ഒന്നടങ്കം അണിനിരത്താൻ കഴിവുള്ള ശക്തനായ നേതാവായിരുന്നു കുങ്കൻ. ആ പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ കോമപ്പൻ, അമ്പു എന്നിവരും ജനറൽമാരായി ചേർന്നിരുന്നു. ഹൈദർ അലി, ടിപ്പു സുൽത്താൻ എന്നിവർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മൈസൂർ വരെ എത്തിയിട്ടുള്ള കുങ്കൻ പനമരം കോട്ടയെ ആക്രമിച്ച് 1802 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിപ്ലവം ആളിക്കത്തിച്ചു. ഗറില്ല യുദ്ധതന്ത്രങ്ങളിലൂടെ വയനാട്ടിൽ ശക്തമായ പ്രതിരോധം തീർത്ത കുങ്കൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രേഖകളിൽ ഒരു തരത്തിലും വഴങ്ങാത്ത ലഹള തലവൻ എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. പഴശ്ശി രാജാവിന്റെ മരണത്തോടെ ശക്തി ക്ഷയിച്ച ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ 1805 പന്നിച്ചാൽ എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷുകാരാൽ ഈ ധീരയോദ്ധാവ് കൊല്ലപ്പെട്ടു. ശരത്തിന് ശബ്ദം കൊടുത്തത് അതിനാണ് എനിക്ക് ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ പുരസ്കാരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തുമെന്ന് എനിക്കറിയാം. അല്ല, അതുകൊണ്ടല്ല, എനിക്കറിയില്ലായിരുന്നു. അതിൽ പഴശ്ശിരാജയിൽ ശരത്തിന് ശബ്ദം കൊടുത്തതിന് അവാർഡെന്ന് എനിക്കറിയില്ലായിരുന്നു. കണ്ടാഞ്ചേരി ചാപ്പനും എടച്ചേര കുങ്കനും തലയ്ക്കൽ ചന്തുവും ഒക്കെ എൻ്റെ ഫേവററ്റ് ക്യാരക്ടേഴ്സാണ്. കടത്തനാടിൻ്റെയും വയനാടിൻ്റെയും പോരാളികളൊക്കെ തന്നെ. കാരണം അവരുടെ പോരാട്ടം എന്ന് പറയുന്നത് ദ മോസ്റ്റ് അൺസെൽഫിഷ് സ്ട്രഗിൾ എന്ന് പറയുന്നതാണ്.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പിന്നീട് നടന്നപ്പോൾ 70 വർഷങ്ങൾക്ക് 1775 വർഷങ്ങൾക്ക് ശേഷം നടന്നു കഴിഞ്ഞ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് തീർച്ചയായും മഹത്തായത് തന്നെ, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതിൽ ആ സമരം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം അതിൻ്റെ ലീഡേഴ്സിനെല്ലാം ഉണ്ടായിരുന്നത് പൂർണ്ണമായും സ്വാർത്ഥമായ താല്പര്യങ്ങളാണ്, സെൽഫിഷ് മോട്ടീവ്സ് ആണ്. ഝാൻസി റാണി ലക്ഷ്മിഭായിക്ക് ഡോക്ടർ ഓഫ് ലാബ്സ് കാരണം ഗംഗാധർ റാവുവിന് മകനും ദത്തുപുത്രന് അധികാരം പോകുന്നത്, നാനാ സാഹിബിന് അതെ, ബഹദൂർ ഷായ്ക്ക് പ്രിവിലേജ് പെൻഷൻ്റെയും അടുത്തൂണിൻ്റെയും പ്രശ്നങ്ങൾ, ഓരോ താന്തിയ ടോപ്പി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവരുടെ വ്യക്തിപരമായ ഓരോ കാരണങ്ങൾ കൊണ്ടാണ് പോരാട്ടത്തിൽ ഏർപ്പെട്ടത്. എന്നാൽ ഈ കുറിച്യ റിവോൾട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. പഴശ്ശിരാജയോടൊപ്പം നിന്ന് പൊരുതിയവരൊക്കെ തന്നെ വൈദേശിക ആധിപത്യം തങ്ങളുടെ മണ്ണിനും പെണ്ണിനും നേരെ ഉണ്ടാവുന്നത് തിരിച്ചറിഞ്ഞ് അതിനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും സെൽഫിഷ് അല്ലാത്ത സെൽഫ്ലെസ്സായ ഒരു പോരാട്ടമാണ്. തീർച്ചയായിട്ടും നല്ല തിരഞ്ഞെടുപ്പ്. പക്ഷേ ഇതൊരു ഡ്രാസ്റ്റിക് മൂവായിരുന്നു. കാരണം ഞാൻ മനസ്സിൽ വേലുത്തമ്പി ദളവയെ കൺഫേം ചെയ്തിട്ട് 1800-നും 1810-നും ഇടയിലാണോ എന്ന് ചോദിച്ചത് 1809 കുണ്ടറ വിളംബരം നടത്തി 4 മാസം കഴിഞ്ഞപ്പോഴാണ് വേലുത്തമ്പി ദളവ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അത് വേലുത്തമ്പി ദളവയാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് 1809 മനസ്സ് പോകുന്നത്. അത് കൺഫേം ചെയ്ത് ഉത്തരം പറഞ്ഞപ്പോൾ അല്ല എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടി. പക്ഷേ എങ്കിലും ആ പീരിയഡ് കൃത്യമായി ഈ മറ്റൊരു തെറ്റായ കാരണം കൊണ്ട് ശരിയായ പീരിയഡിലേക്ക് എത്തി എന്നുള്ളതാണ്. സന്തോഷം. അതൊരു ശരത്തിന് ശബ്ദം കൊടുത്തത് ശോഭിയാണെന്നുള്ളത് എൻ്റെ പുതിയ അറിവാണ്. ക്ഷമിക്കണം കേട്ടോ, സോറി. അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എത്താമായി. അനീഷ, അദ്ദേഹത്തിൻ്റെ പഴശ്ശിരാജ സിനിമ പ്രദർശനം നടന്ന ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചൊരു അമേരിക്കയിൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കനിഹയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൈതേരി മാക്കം ആയാണ് കനിഹ അഭിനയിച്ചത്, കുങ്കനായിട്ട് ശരത്ത്. അപ്പോൾ കുങ്കനും മാക്കവും ഒപ്പം ഞാനും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതിയൊക്കെ അന്ന് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഞങ്ങളൊരു 9-8 വേദികളിൽ ലൈവ് ഷോ അവതരിപ്പിക്കാനുണ്ടായിരുന്നു. സുമേതമൊക്കെ എനിക്ക് ഇതിൽ എന്നിലേക്ക് ആ കഥാപാത്രം എത്തിച്ചത് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വിട്ടുപോയ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ. കാരണം സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ പ്രത്യേകിച്ചും ഈ അന്യഭാഷാ ചിത്രങ്ങളിൽ ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹരിഹരൻ സാറ് മങ്കൊമ്പ് സാറിനോട് ചോദിച്ചു, ഇത് ഈ എടശ്ശേന കുങ്കന് ആരെ കൊണ്ട് ഡബ് ചെയ്യിക്കാമെന്ന് ചോദിച്ചപ്പോൾ മങ്കൊമ്പ് സാറാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അത് ഉറപ്പിച്ചു കൊടുത്തത് മറ്റാരുമല്ല, എൻ്റെ അച്ഛൻ തന്നെയാണ്. ശ്രീ ശോഭി തിലകൻ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലേക്ക്, നമ്മുടെ നാടിൻ്റെ ഇന്നലകളിലേക്ക്, മലയാളത്തിൻ്റെ മണ്ണിനും മലയാളത്തിൻ്റെ വേരിനുമുള്ള ചരിത്രപരമായ പ്രാധാന്യത്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള അവസരമായി ഈ ദിവസത്തെ വിനിയോഗിച്ചു. ചരിത്രപരമായ പോരാട്ടങ്ങളോടൊപ്പം തന്നെ ഓർമ്മിക്കപ്പെടേണ്ടതാണ് ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തുന്ന ചില ഒഴിവാക്കലുകളും. അത് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സാഹചര്യത്തിൽ പറഞ്ഞതാണ്. എങ്കിലും ശോഭി സന്നിഹിതനായിരിക്കുമ്പോൾ ശോഭിയുടെ സാന്നിധ്യത്തിൽ അതും ഓർമ്മിപ്പിക്കണം. ചരിത്രം പല ആളുകളെയും തിരസ്കരിക്കാറുണ്ട്, പല ആളുകളെയും ബോധപൂർവം മറന്നുപോകാറുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഇപ്പോൾ ചന്തുവിൻ്റെയും കുങ്കൻ്റെയും ഒക്കെ പേരുകൾ എത്ര കണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് ഒരു വശത്ത്. ഞാൻ പക്ഷേ ഓർത്തത് ചില ഒഴിവാക്കലുകളും ശ്രദ്ധേയമാകും എന്ന്. നോബൽ സമ്മാനം ഗാന്ധിജിക്ക് ലഭിക്കാതെ പോയപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, ഗാന്ധിജിക്ക് കിട്ടാത്തത് കൊണ്ട് നോബൽ സമ്മാനത്തിൻ്റെ മാറ്റു കുറഞ്ഞു. അനർഹരായ പലർക്കും കിട്ടിയ നോബൽ സമ്മാനം ലഭിക്കാത്തത് കൊണ്ട് ഗാന്ധിജിയുടെ മാറ്റു കൂടിയെന്ന്. കലയുടെ ചരിത്രവും അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ല എങ്കിൽ പെരുന്തച്ഛൻ എന്ന ചലച്ചിത്രത്തിലൂടെ മലയാളത്തിൻ്റെ ഷോക്കേസിലേക്ക് എത്തേണ്ട ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം എങ്ങനെയാണ് ശ്രീ തിലകന് കൈവിട്ടു പോയത്? ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.